ഹലോ എവരി വൺ, വെൽക്കം ടു മാർക്കറ്റ് സ്ട്രക്ചർ ബൈ PK. നമുക്കിന്ന് ക്യാൻഡിൽസിൻ്റെ പാർട്ട് 2 പഠിക്കാവേ. മുമ്പുള്ള ക്യാൻഡിൽസിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിൽസാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ക്യാൻഡിൽസിൻ്റെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, ബട്ട് ഡിഫറെൻറ്റ് പാറ്റേൺസ് ആയിരിക്കും. ഫസ്റ്റ് വൺ ഇസ് ബുള്ളിഷ് ഹരാമി. ബുള്ളിഷ് ഹരാമി എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഡൗൺ ട്രെൻഡിലുള്ളപ്പോൾ ഒരു വലിയ റെഡ് ക്യാൻഡിലിൻ്റെ അടുത്തായിട്ട് അഡ്ജസൻ്റ് ആയിട്ട് ഒരു സ്മോൾ ഗ്രീൻ ക്യാൻഡിൽ ഫോമായി എന്ന് വെക്കാം. സോ ആ ബിഗ് റെഡ് ക്യാൻഡിലിൻ്റെ അടിയിൽ നമ്മൾ ലോയിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വി ക്യാൻ ടേക്ക് എൻട്രി ഫോർ ലോങ്. ഇതിനെ റിവേഴ്സൽ ക്യാൻഡിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ബുള്ളിഷ് ഹരാമി അല്ലെങ്കിൽ ഇൻസൈഡ് ക്യാൻഡിൽ. നെക്സ്റ്റ് ഇസ് ബിയറിഷ് ഹരാമി. പ്രൈസ് അപ് ട്രെൻഡിലായിരിക്കണം. അപ്പോൾ റിവേഴ്സൽ ക്യാൻഡിലായിട്ട് ഗ്രീൻ ക്യാൻഡിലിൻ്റെ അടുത്ത് ഒരു സ്മോൾ റെഡ് ക്യാൻഡിൽ ഫോം ആവണം. അതായത് അപ് ട്രെൻഡിലുള്ളപ്പോൾ അതിൻ്റെ ക്യാൻഡിൽസിൻ്റെ അടുത്ത് ഒരു സ്മോൾ റെഡ് ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു സ്മോൾ ക്യാൻഡിലോ ഫോം ആയ ശേഷം അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളതിനെ ബിയറിഷ് ഹരാമി എന്ന് പറയും. സെയിം എൻട്രി വിൽ ബി ദ ബേബി ക്യാൻഡിൽസ് ലോ ആൻഡ് സ്റ്റോപ്പ് ലോസ് വിൽ ബി ദ ബേബി ക്യാൻഡിൽ ഹൈ. സോ ദിസ് ഇസ് ബെയറിഷ് ഹരാമി. സിമ്പിളായിട്ട് ഐ ലൈക്ക് ടു കോൾ ഇറ്റ് ആസ് ഇൻസൈഡ് ക്യാൻഡിൽ ട്രേഡ്. നെക്സ്റ്റ് ഇസ് ബെയറിഷ് 3 മെത്തേഡ്. ബെയറിഷ് 3 മെത്തേഡ് എന്ന് പറയുമ്പോൾ അപ് ട്രെൻഡിലുള്ളപ്പോൾ, അതായത് പ്രൈസ് മേലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവുക, അതിനുശേഷം 3 സ്മോൾ ബേബി ക്യാൻഡിൽസ് ഫോം ആയിട്ട് പിന്നെ കണ്ടിന്യൂവേഷൻ പാറ്റേൺ പോലെ ഒരു റെഡ് ക്യാൻഡിൽ കൂടെ ഫോം ആയ സെയിം ലോ ബ്രേക്ക് ആയ അത് ട്രെൻഡ് റിവേഴ്സലാണ്. സ്റ്റോപ്പ് ലോസ് വിൽ ബി ദ അപ്സൈഡ് ഓഫ് ദ ക്യാൻഡിൽ, ടോപ്പ് ഓഫ് ദ ക്യാൻഡിൽ. സെയിം കോൺസെപ്റ്റ് ഫോർ ബുള്ളിഷ് 3 മെത്തേഡ്. ബെയറിഷ് ട്രെൻഡിലിരിക്കുമ്പോൾ, അതായത് ഒരു 4 to 5 റെഡ് ക്യാൻഡിൽസ് ഉള്ളപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ, വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, 3 ബേബി ക്യാൻഡിൽസ് ഓൾസോ. അത് കഴിഞ്ഞ് ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ പോലെ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ. ദെൻ സെയിം നമുക്കതിനെ ബുള്ളിഷ് ട്രെൻഡായി കൺസിഡർ ചെയ്യാം. റിവേഴ്സൽ പാറ്റേൺ ആണ്. എൻട്രി വിൽ ബി വെൻ ദ ക്യാൻഡിൽ ഹൈ ബ്രേക്സ് ആൻഡ് സ്റ്റോപ്പ് ലോസ് വിൽ ബി അറ്റ് ദ ലോ ഓഫ് ദ ക്യാൻഡിൽ. നെക്സ്റ്റ് എൻഗൾഫിംഗ് ക്യാൻഡിൽ. എൻഗൾഫിംഗ് നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 ഡിസ്കസ് ചെയ്തതാണ് ആൻഡ് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിൽ പാറ്റേൺ. എല്ലാവരും നന്നായി നോക്കേണ്ട ഒരു ക്യാൻഡിൽ പാറ്റേൺ ആണ് ഫോർ ട്രേഡ്സ്. ജസ്റ്റ് 3 വൈറ്റ് സോൾജർ, ഹൈലി ബുള്ളിഷ് പാറ്റേൺ ആണ്. ചാടി കയറി വി ക്യാൻ ഗോ ഫോർ ലോങ്. സെയിം ഫോർ 3 ബ്ലാക്ക് റോസ്, ഹൈലി ബെയറിഷ് ആണ്. സ്റ്റോക്ക് താഴോട്ട് വരാനുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ കൂടെയാണ്. നെക്സ്റ്റ് ഇസ് പിയേഴ്സിംഗ് ലൈൻ പാറ്റേൺ. ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ ആണെന്ന് പറയാം. ആദ്യം ബുള്ളിഷ് പേസിംഗ് നോക്കാവേ. പ്രൈസ് ഡൗൺ ട്രെൻഡിലാണെന്ന് വിചാരിക്കുക. കുറേ റെഡ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യണം. ആൻഡ് ദാറ്റ് ഷുഡ് കവർ ദ 3/4 ഓഫ് ദ പ്രീവിയസ് ബെയറിഷ് ക്യാൻഡിൽ. ദാറ്റ്സ് കോൾഡ് എ ബുള്ളിഷ് പിയേഴ്സിംഗ് ക്യാൻഡിൽ സ്റ്റിക്ക്. സെയിം ലോജിക്കാണ് നമ്മൾ ബെയറിഷ് പിയേഴ്സിംഗിൽ അപ്ലൈ ചെയ്യുക. അതായത് പ്രൈസ് ബുള്ളിഷ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 4 to 5 ഗ്രീൻ ക്യാൻഡിൽസിന് ശേഷം ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആവണം. അതെങ്ങനെ ഫോം ആവണമെന്ന് വെച്ചാൽ പ്രീവിയസ് ഗ്രീൻ ക്യാൻഡിലിൻ്റെ 3/4 കവർ ചെയ്ത് ഒരു റെഡ് കളർ ക്യാൻഡിൽ ഫോം ചെയ്യണം. അതിന് സെയിം ലോജിക്കാണ്. സ്റ്റോപ്പ് ലോസ് വിൽ ബി അറ്റ് ദ ബെയറിഷ് ക്യാൻഡിൽ ഹൈ ആൻഡ് എൻട്രി വിൽ ബി അറ്റ് ദ ലോ ഓഫ് ദ ക്യാൻഡിൽ. അതായത് ബ്രേക്ക് ആവണം. ആൻഡ് ജസ്റ്റ് റിമൈൻഡർ, എന്ത് ട്രേഡ് എടുത്താലും സ്റ്റോപ്പ് ലോസ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഓൾവേസ് ഫോളോ സ്റ്റോപ്പ് ലോസ്. എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. ദിസ് ഇസ് പ്രവീണ സൈനിങ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ബൈ PK. വിൽ സീ യു ഇൻ നെക്സ്റ്റ് ലേണിംഗ് വീഡിയോ.